പാത്തുമ്മക്ക് 8 മാസം പ്രായം. എന്ത് 8 മാസം? പാത്തുമ്മക്കല്ല, 8 മാസം പ്രായമുള്ള ക്രാവിനെ വേണോന്ന്. അത് ശരി, വായിക്കും. ലോനപ്പന് 16-ാം തീയതി കല്യാണം. മട്ടം പരുവത്തിലുള്ളൊരു പശുക്കിടാവ്. ശങ്കരൻ കുട്ടി ഓർഡർ അനുസരിച്ച് കൊണ്ടുവന്ന ഉള്ള ചന്ത മുഴുവൻ കാര്യമാവും. ഒരു കാര്യം ചെയ്യും മദന, പാത്തുമ്മക്കുള്ളത് നീ നോക്ക്, ലോനപ്പനുള്ളത് ഞാൻ നോക്കാം. അതോ? ഇതാർക്കുള്ളടേ? ഇത് വിൽക്കണില്ല. അതാ നല്ലത്. ഇത് വേണോ അണ്ണാ? എന്നാ പിന്നെ ഇത് നോക്കി. അത് ഞാൻ കണ്ടതാ. ഇവനെന്താ ഇങ്ങനെ ഒറ്റ തിരിഞ്ഞിരിക്കണേ? ഹിപ്പോപ്പൊട്ടാമസിന് കൊമ്പുവെച്ച പോലെ കൊമ്പൈ, നല്ല കൊമ്പൈ. എന്റെ പൊന്നുമോനിനി എടവും വലവും നോക്കാതെ നേരെ വെച്ച് പിടിച്ചോ. അവരാച്ചന്റെ വീട്ടിലെത്തിയിട്ടേ നിക്കാവൂ. അവരാച്ചന്റെ വീടോ? അപ്പൊ ലോനപ്പനോട് എന്ത് പറയും? ആ തലതെറിച്ച പാത്തുമ്മത്തള്ളയ്ക്കുന്ന പശുവിനെ കൊടുത്തില്ലെങ്കിൽ അവർ നമ്മളെ തലവെട്ടും. കഴിഞ്ഞ കൊയ്ത്തിന് അവരാച്ചൻ കാശി എന്നതാ. വിശാലായിട്ട് ഒരാഴ്ച സൂചിച്ച് നടന്നില്ലേ? സീനോട്ട് അനുസരിച്ച് കൊടുത്താൽ മതി. നടക്കടാ. ഇനി ഇങ്ങനെ ഈ ഒന്നും പാതി ഒന്നും പൊക്കാൻ പോണ്ട. പൊക്കണെങ്കിൽ ഒരു 5 ഒന്നിച്ചങ്ങ് പൊക്കി. അതെന്തിനാ ചന്ത തുടങ്ങാനാ? ചന്ത തുടങ്ങാനല്ല, പിന്നെ കാശ് വാങ്ങിയവന്മാര് ഇല്ലേ നമ്മളെ കിടത്തി പൊറപ്പിക്കില്ല. അവന്മാർക്ക് കാശ് എന്നിട്ട് അടുത്ത ദിവസം കാളെത്താ പശുനെത്താ നിങ്ങൾ പറഞ്ഞാൽ മതി. ഇതിന്റെ കട്ടപ്പാടും ബുദ്ധിമുട്ട് അവർക്ക് അറിയില്ലല്ലോ. അതെ അതെ, അതുകൊണ്ട് റേറ്റൽപ്പോ കൂട്ടണം. പിന്നെ മുക്കാല് നിനക്കും കാലെനിക്കും എന്നുള്ള ഏർപ്പാട് ഇനി ശരിയാവൂല. നമ്മൾ ഒരുമിച്ച് തുല്യമായി കഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഇനി മുതൽ കിട്ടുന്നതിൽ പപ്പാതി ആദി 50-50, പകുതി പകുതി. അത് ശരി. ഒരു കാര്യം ചെയ്യും, നീ ഒരു ബ്രാഞ്ച് തുടങ്ങ്. എന്റെ ഓഫീസിൽ ഞാൻ ഇരുന്നോളാം. നിന്റെ സ്ഥിരം പരിപാടിയാണ് പാലം കിടക്കുമ്പോ കൂരായണെന്നുള്ളത്. കൂരായനെ മാത്രം പറയരുത്. പാണ്ടിക്കാളയാണോ പൊട്ട? ഇതിന് ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാവൂല. ഇവന് തമിഴ് കൂപ്പറാ. നീ എന്താ പറഞ്ഞത്? തമിഴ് കൂവാനോ? കൂവാനല്ല, കൂപ്പടാൻ. സിന്ധുവിനെ കൊണ്ട് കെട്ടിക്കാൻ മോനെ ഒന്ന് നിന്നെ. കല്യാണം കേട്ടപ്പോ നിന്ന് ഓടിക്കോ രമണ. സമ്മതത്തിന് നിനക്ക് സമ്മതമല്ലെങ്കിൽ വേണ്ട. നിന്റെ ഒരിഷ്ടത്തിന് നമ്മൾ എതിരെ നിൽക്കില്ല. ഊരിക്ക് മതമടങ്ങണം. കൊണ്ടുപോയടാ. അയ്യോ